അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ശിക്ഷ അവന്റെ ആക്കിബത്ത് അള്ളാഹു മോശമാക്കി കളയും. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കിട്ടൂല. അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട്, ഞാൻ നിർത്തുകയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എടാ, ഒരുപാട് കാലം നീ ഈ നാട്ടിൽ നടക്കൂല. ഉമ്മാനെയും വാപ്പാനെയും തല്ലിയവന്റെ കഥയൊന്നും ഞാൻ പറയൂല. ഉമ്മാനെ ചീത്ത പിടിച്ച മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മക്കളെ, ഒരുപാട് കാലം നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ നിനക്ക് നടക്കാൻ ആയുസ് അല്ലാഹു തരില്ല. നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്മാരെ മുഴുവനും അള്ളാഹു നേരത്തെ അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ആയുസ് കുറയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 3, വാപ്പാനെ തല്ലാൻ കൈവക്കിയവന്മാരും ഉമ്മാനെ ചീത്ത വിളിച്ചവരും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിട്ടവനും, ഞാൻ മാത്രമല്ലല്ലോ മോൻ, വേറെയും പറ്റിട്ടുണ്ടല്ലോ, അവിടെ പോയി കിടക്കുന്ന ഉമ്മാനോട് പറഞ്ഞവന്മാരൊക്കെ കേട്ടോ, അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ അല്ലേ? ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ അവള് പറയും, കിളവനും കിളവിയെ നോക്കാൻ എനിക്ക് വയ്യ, മൂത്രവും കാഷ്ടമൊന്നും വാരാൻ എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ സ്വന്തം പെറ്റ തള്ളയുടെ നേരെ ചാടുന്ന മക്കളൊക്കെ കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത് ഒരു പിതാവ് പറയാ, ഉസ്താദേ എൻ്റെ മക്കൾ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു ഉസ്താദേ, എന്നെ കൊല്ലാൻ. ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയെ കഴുത്ത് ഞെരിച്ചിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ മക്കള് വാപ്പയുടെ കഴുത്ത് ഞെരിക്ക എന്നോട് പറയുന്നു, ഉസ്താദേ ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ആ പിതാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ചു വലിയ ആൾക്കാരെ പോലെ നടക്കുന്നവർ പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെടാ, അനിയ, നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ കിടന്നൊന്ന് മൂത്രം ഒഴിക്കട്ടടാ. ഉമ്മയല്ലേ മൂത്രം ഒഴിക്കട്ടെ, അത് കഴുകി അങ്ങ് വെളുക്കുമല്ലോ. ഉമ്മ ബെഡ്റൂമിന്റെ അകത്ത് അറിഞ്ഞോണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മ അറിഞ്ഞോണ്ട് മൂത്രം ഒഴിക്കോ? ഒരല്പമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ബോധമുള്ള ഉമ്മ പാപ്പ അറിഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യോ? ഇല്ല. വേറെ ആരെങ്കിലും നിന്നെ വിളിക്കോ മോനേന്ന്? പാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. വയ്യെങ്കിലും രോഗം പിടിച്ച് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ എൻ്റെ മോൻ വന്നോന്നൊന്ന് ചോദിക്കണൊരു ചോദ്യം ഉണ്ടല്ലോ. എൻ്റെ മോൻ വന്നോ എന്ന് നമ്മുടെ ഉമ്മ എന്ന് ചോദിക്കും. നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഉമ്മാന്റെ അടുത്ത് പോയി ഇരുന്നാൽ മതിയല്ലോ. മനസ്സ് വേദനിക്കുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ 5 കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്ത്. ഇതിലൊരു കാര്യം, ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന് മക്കൾക്ക് സമയമില്ല. എന്ത് മനുഷ്യന്മാരിപ്പാ. നമുക്ക് ജന്മം നൽകി നമ്മുടെ ഉമ്മ. കാരണം ഇന്ന് തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി, കിളവിയായി, മുടിയൊക്കെ നരച്ചു, പ്രായമായി. എങ്കിലും റസൂലുള്ള പറഞ്ഞു, ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ നാണക്കേടാ. സ്വന്തം പ്രായമായ ഉമ്മയെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ മക്കള് മടിക്കുന്ന കാലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം മുഴുവനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോടാ പ്രത്യേകം പറയേണ്ടത്. കാരണം പാപ്പ എത്രയോ കഷ്ടപ്പെട്ട് 10ഉം 30ഉം പവനും കൊടുത്ത് നിന്നെ കെട്ടിച്ചു വിട്ടു. നിനക്കെന്നൊരു ഗൾഫുകാരനെ കിട്ടി, മക്കളെ കിട്ടി, നല്ല ഒരു ഭർത്താവിനെ കിട്ടി, 2 നിലയുള്ള വീട് കെട്ടി. ഇന്ന് ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. ഭർത്താവാണ് നിനക്ക് ഏറ്റവും വലുത്, നിന്റെ മക്കളാണ് നിനക്ക് ഏറ്റവും വലുത്. സ്വന്തം ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് 1000
1000 രൂപ വീട്ടിൽ ചെന്നിട്ട് ഉമ്മ നിങ്ങൾ മരുന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും മനസ്സില്ലാത്തവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എൻ്റെ പ്രിയമുള്ളവരെ, നിനക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ വീടിൻ്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ, ഒന്ന് കാഷ്ടിക്കുമ്പോൾ പരാതി പറയുന്ന, തല്ലുന്ന, ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ, എടാ ഞാനും നിങ്ങളും എവിടെ കിടന്ന മൂത്രമൊഴിച്ചെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉമ്മാന്റെ ശരീരത്തുകൂടെ കിടന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. കുഞ്ഞായിരിക്കണ സമയത്ത് നമ്മുടെ ഉമ്മാന്റെ മുഖത്തടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉമ്മ ഇന്ന് വരെ തല്ലിയിട്ടില്ലല്ലോ. നമ്മൾ എത്ര ദ്രോഹിച്ചാലും എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന നമ്മുടെ ഉമ്മ, അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമ്പോൾ അള്ളാഹു അവരുടെ മണ്ണറ മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മക്കളും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ, അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അത് തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, വാപ്പ നീ കാത്തിരുന്നോ, നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മോൻ നിന്നെ വിളിച്ചിരിക്കും, ഉറപ്പാ. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ നിന്നെ ചീത്ത വിളിച്ചിരിക്കും. നീ നിന്റെ മാതാപിതാക്കളെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നിന്റെ മക്കളും പൊക്കും. നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും തിരിച്ച് നിന്നോടത് ചെയ്യും. എന്നിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴേ അതിൻ്റെ വേദന നമുക്കറിയൂ. നമ്മുടെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചതിൻ്റെ വേദന അറിയണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ തല്ലണം, അവൻ നമ്മൾ അടിച്ചിറക്കണം, അവൻ നമ്മളെ ചീത്ത വിളിക്കണം. അവളും കല്യാണം കഴിഞ്ഞ് പോയിട്ട് രോഗം പിടിച്ച് കിടക്കുമ്പോൾ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കാതിരിക്കണം. അപ്പോഴേ നമ്മുടെ ഉമ്മ വേദനിച്ചതിൻ്റെ വേദന, നമ്മുടെ വാപ്പയുടെ നെഞ്ചു പൊട്ടിയതല്ല. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു പട്ടിണി കിടത്തി വളർത്തിയിട്ട് ഇവൻ ഇങ്ങനായി പോയല്ലോ എന്നോർത്തിട്ട് വാപ്പ നെഞ്ചു പൊട്ടി കരഞ്ഞതിൻ്റെ വേദന നമുക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവേ, പലപ്പോഴും അറിയാതെ ഞങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ ഞങ്ങൾ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ അത് തിരിച്ച് ഞങ്ങളോട് ചെയ്യില്ലേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളോടത് ചെയ്യിപ്പിക്കല്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണേ അല്ലാ. എൻ്റെ മക്കളില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾ വാശി പിടിക്കണേ തമ്പുരാനെ. അവരെ തന്നെ ഞങ്ങൾക്ക് സ്വർഗത്തിലും മാതാപിതാക്കളാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, അവരുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.